നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് BPCC 102-ൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ബയോസൈക്കോളജി എന്ന ഫസ്റ്റ് യൂണിറ്റ് ആണ്. ആ ഫസ്റ്റ് യൂണിറ്റിൻ്റെ അകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ പഠിക്കണമെന്ന് നോക്കാം. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബയോസൈക്കോളജി, ഡിവിഷൻസ് ഇൻ ബയോസൈക്കോളജി, മെത്തേഡ്സ് ടു സ്റ്റഡി ബയോസൈക്കോളജി, റിസർച്ച് എത്തിക്സ് ഇൻ ബയോസൈക്കോളജി. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. നമ്മൾ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പടമാണ് ഹ്യൂമൻ ബ്രെയിനിൻ്റേത്. എന്നാൽ അത് വലിയ അട്രാക്റ്റീവോ കാര്യങ്ങളോ ഒന്നുമല്ല. എന്നാൽ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് റിങ്കിൾഡ് വാൾനട്ടിൻ്റെ ഷേപ്പാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ടിഷ്യൂസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.3 കിലോഗ്രാം ആണ്. ബ്രെയിൻ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ന്യൂറൽ കണക്ഷൻസ് ആണ്. നമ്മുടെ സ്വഭാവത്തെയും എല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ ബ്രെയിനാണ്. നമ്മുടെ മനുഷ്യൻ്റെ തലച്ചോറ് എന്ന് പറയുന്നത് ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ്. ഓർഗൻ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സോ മെനി വേരിഡ് ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ് റേഞ്ചിങ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ് ആൻഡ് സ്റ്റിൽ. എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്? നമ്മുടെ ഈ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരുപാട് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരുപാട് ടാസ്കുകൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് എല്ലാം സിമ്പിൾ ടു കോംപ്ലക്സിലോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ബ്രെയിനാണ്. അതായത് വലിയ പ്രയാസമുള്ള ഒരു കണക്ക് നമ്മൾ ചെയ്യുമ്പോൾ അതിനെ സിമ്പിളാക്കാനും കൂടുതൽ പ്രയാസത്തിലോട്ട് കൊണ്ടുപോകാനും നമ്മുടെ ബ്രെയിന് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഓരോ ഫങ്ഷൻസിനെയും ഓരോ ഫങ്ഷൻസും ഈ ബ്രെയിനാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ബയോസൈക്കോളജിയാണ്. ഈ ബയോസൈക്കോളജി എന്ന് പറയുന്നത് ബയോസൈക്കോളജിയോട് ക്ലോസ്ലി റിലേറ്റ് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ന്യൂറോ സയൻസ്. എന്താണ് ഈ ന്യൂറോ സയൻസ്? ന്യൂറോ സയൻസ് എന്ന് വെച്ചാൽ ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദി അനാട്ടമി, ബയോകെമിക്കൽ പ്രോസസ് ആൻഡ് ദി ഫിസിയോളജി ഓഫ് ദി നെർവ് സിസ്റ്റം ഈസ് നോൺ ആസ് ന്യൂറോ സയൻസ്. അതായത് അനാട്ടമിയുടെയും ബയോകെമിക്കൽ പ്രോസസ്സിൻ്റെയും ഫിസിയോളജി ഓഫ് നെർവ് സിസ്റ്റത്തിൻ്റെയും ഒരു സയൻറ്റിഫിക് സ്റ്റഡിയെയാണ് ഈ ന്യൂറോ സയൻസ് എന്ന് പറയുന്നത്. ഈ ന്യൂറോ സയൻസിൽ നിന്നാണ് എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മുടെ സ്വഭാവവും നമ്മുടെ മനുഷ്യ ശരീരത്തെയും കൂടെ കൂടുതൽ പഠിക്കുന്നത് ന്യൂറോ സയൻസിലാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സൈക്കോബയോളജി, ബിഹേവിയറൽ ബയോളജി ഓർ ബിഹേവിയറൽ ന്യൂറോ സയൻസ് എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലും ന്യൂറോ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ബയോസൈക്കോളജിയാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബയോസൈക്കോളജി ആണ്. 2022 ഡിസംബറിലെ ടേം ആൻഡ് എക്സാമിനേഷന് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. 10 മാർക്കിൻ്റെ ചോദ്യമാണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബയോസൈക്കോളജി എഴുതാൻ വേണ്ടി. അപ്പോൾ നമുക്ക് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബയോസൈക്കോളജി എന്താണെന്ന് നോക്കാം. ദ ബയോളജിക്കൽ അപ്രോച്ച് ടു ദി സ്റ്റഡി ഓഫ് ഹ്യൂമൻ ആൻഡ് ആനിമൽ ബിഹേവിയർ ഈസ് നോൺ ആസ് ബയോസൈക്കോളജി. അപ്പോൾ എന്താണ് ബയോസൈക്കോളജി എന്ന് പറയുന്നത്? നമ്മുടെ ഹ്യൂമൻ്റെയും ആനിമൽസിൻ്റെയും സ്വഭാവത്തെ ബയോളജിക്കലി അപ്രോച്ച് ചെയ്ത് പഠിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ബയോസൈക്കോളജി എന്ന് പറയുന്നത്. നമ്മൾ ബയോസൈക്കോളജിസ്റ്റുകളെല്ലാം എന്ത് കണ്ടുപിടിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്? അതായത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ബയോളജിക്കൽ പ്രോസസ്സും അത് എങ്ങനെ നമ്മുടെ ഇമോഷൻസും സൈക്കോളജിക്കൽ പ്രോസസ്സുമായിട്ടൊക്കെ എങ്ങനെ ഇൻട്രാക്ട് ചെയ്തിരിക്കുന്നു എന്നതൊക്കെ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ബയോസൈക്കോളജിസ്റ്റുകൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുള്ളത്. ഓക്കെ, വി ക്യാൻ ട്രേസ് എ ലോങ് ഹിസ്റ്ററി ഓഫ് ദി സ്റ്റഡി ഓഫ് ബയോസൈക്കോളജി ബിഹേവിയർ. നമുക്ക് കുറച്ച് കാലത്തിന് പിന്നിലോട്ട് പോകാം. നമുക്ക് കുറച്ച് ഹിസ്റ്ററി നോക്കാം. ബയോസൈക്കോളജി ആസ് എ സെപ്പറേറ്റ് ഡിസിപ്ലിൻ ഓഫ് ന്യൂറോ സയൻസ്. ന്യൂറോ സയൻസിൻ്റെ ചെറിയൊരു ഭാഗമാണ് നമ്മുടെ ബയോസൈക്കോളജി എന്ന് പറയുന്നത്. ഇത് സെപ്പറേറ്റ് ആയത് 20-ാം നൂറ്റാണ്ടിലാണ്. 1949 ഡിയോ ഹെബ്സ് എന്ന് പറയുന്ന കനേഡിയൻ സൈക്കോളജിസ്റ്റ് ഒരു പബ്ലിക്കേഷൻ ഇറക്കി, ദ ഓർഗനൈസേഷൻ ഓഫ് ബിഹേവിയർ.
അതെന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജിയിലും ന്യൂറോ സയൻസിലും പുതിയൊരു ലെവലിലോട്ട് വഴിതിരിച്ചു വിട്ടു എന്ന് തന്നെ പറയാം. അദ്ദേഹം കൊണ്ടുവന്നത് എന്താണ്? 1949 കൊണ്ടുവന്നത് എന്തെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ബയോസൈക്കോളജി എങ്ങനെ പുതിയ ഫീൽഡ്സിലോട്ട് അപ്ലൈ ചെയ്യാം, അതായത് എഞ്ചിനീയറിംഗ്, റോബോട്ടിക്സ്, സൈക്കോളജി, ന്യൂറോ സയൻസ് ആൻഡ് ന്യൂറോ ഫിസിയോളജി, ഇതിലോട്ടൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നാണ് അദ്ദേഹം കൊണ്ടുവന്നത്. The biopsychology thus draws the information from neurosciences and uses the information to study human and animal behavior. ഈ ബയോസൈക്കോളജി ന്യൂറോ സയൻസിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഹ്യൂമൻ ബിഹേവിയറും ആനിമൽ ബിഹേവിയറും പഠിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ഇറ്റ് മേ ബി ബെറ്റർ അണ്ടർസ്റ്റുഡ് അറ്റ് ദാറ്റ് neuroscience is a team effort and biopsychologist is a part of this team. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ന്യൂറോ സയൻസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ടീമാണെന്നും എന്നാൽ അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഈ ബയോസൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. A biopsychologist may draw information from other disciplines of neuroscience and apply it to study of behavior. ഒരു ബയോസൈക്കോളജിസ്റ്റിന് ന്യൂറോ സയൻസിൻ്റെ എന്ത് ഡിസിപ്ലിൻസും എടുക്കാൻ പറ്റും. എന്നിട്ട് അത് എവിടെ അപ്ലൈ ചെയ്യും? നമ്മുടെ സ്റ്റഡി ഓഫ് ബിഹേവിയറിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ദ ഫ്യൂ ഡിസിപ്ലിൻസ് എന്നാൽ നമുക്കിനി നോക്കാനുള്ളത് ന്യൂറോ സയൻസിൽ നിന്ന് അങ്ങനെ ബയോസൈക്കോളജിയുമായിട്ടുള്ള റെലവൻ്റ് ആയി നിൽക്കുന്നത് ഡിസിപ്ലിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം.